شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിക്കുന്നത് അല്ലേ. 4-ാമത്തെ ആയത്തിൽ തന്നെയാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ സാവകാശം അർത്ഥമറിഞ്ഞ് ആലോചിച്ച് ഓതണം. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത്. നിത്യേന ഓതുന്ന സൂറത്തുകളെക്കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൽ യാസീനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. യാസീൻ, പരിശുദ്ധമായ യാസീൻ ഖബറുകൾക്കു സമീപത്തുകൂടെ പോയി. വാപ്പാനിമ്മാനെ ഖബർ എന്നല്ല, ഏതെങ്കിലും മുഅ്മിനായ മനുഷ്യനെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അതിലെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ഖബറിനുള്ളിലെ വിഷമങ്ങൾ ലഘൂകരിക്കുന്നതാണ് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാസീൻ്റെ അത്രയും അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ഖബറിലെ വിഷമങ്ങൾ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കും. എത്ര അക്ഷരങ്ങളാണ് യാസീനിലുള്ളത്? 2988. 83 ആയത്തുകളാണല്ലേ. 733 കലിമത്തുകളാണ്. അക്ഷരങ്ങളോ 2988 അക്ഷരങ്ങളാണ്. മുസ്ലിംകളെ മറവു ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ച് ആരെങ്കിലും യാസീൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കുമായി ഹദിയ ചെയ്താൽ അവർക്കൊക്കെ ശിക്ഷ ലഘൂകരിക്കപ്പെടും. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഈ ഓതിയ ആൾക്കോ ഖബറാളികൾ എത്ര ആൾക്കാരുണ്ടോ അത്ര ആളുടെ എണ്ണം കണക്കെ പ്രതിഫലവും ലഭിക്കും. റൂഹുൽ ബയാനിൽ ഇത് സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണത്തിൻ്റെ മലക്ക് വരുന്ന സമയം മുഅ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ വെച്ച് യാസീൻ പാരായണം നടത്തിയാൽ ഓരോ അക്ഷരത്തിൻ്റെ എണ്ണമനുസരിച്ചും 10 വീതം റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അവർ അവൻ്റെ മുമ്പിൽ വന്നു നിൽക്കും. അദ്ദേഹത്തിനോട് ദുആ ചെയ്യും, പാപമോചനത്തിന് അപേക്ഷിക്കും, കുളിപ്പിക്കുന്നതിന് സാക്ഷിയാകും, ജനാസയെ പിന്തുടരും, അദ്ദേഹത്തിനോട് മയ്യത്ത് സംസ്കരിക്കും, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കാളിയാവും. ഒക്കെ യാസീൻ്റെ പ്രത്യേകതകളാണ്. ദാഹം തീർക്കാൻ യാസീൻ, മരണവേദനയുടെ സമയത്ത് അവരുടെ അടുത്ത് നിന്ന് യാസീൻ സൂറത്ത് ഓതുന്നതിൻ്റെ ഫലമായി അവരുടെ റൂഹ് പിടിക്കുക. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നൊരു പാനീയം കൊണ്ടുവന്നതിനു ശേഷമാണ്. അത് മരണാസന്നൻ കുടിക്കുന്നതാണ്. റൂഹ് പിടിക്കുന്ന സമയത്ത് ദാഹം തീർന്ന അവസ്ഥ കൈവരികയും ഖബറിലും ദാഹം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. തീരെ ദാഹമില്ലാത്തവനായി അവൻ സ്വർഗം പുൽകുന്നവനുമാണ്. തഫ്സീറുൽ ബൈളാവി. യാസീൻ തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഓതിയാൽ, റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഓതിയാൽ തെറ്റുകൾ പൊറുക്കും. രാത്രിയിൽ സൂറത്തു യാസീൻ ഓതിയാൽ നേരം വെളുക്കുമ്പോഴേക്കും അവൻ പാപമോചിതനാവും എന്ന് കാണാം. അള്ളാഹുവിനെ വിചാരിച്ച് രാത്രിയിൽ യാസീൻ ഓതിയ വ്യക്തി രാത്രി ചെയ്ത പാപങ്ങൾ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാണ്. യാസീൻ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്നാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടയുന്നൊരു സമയമുണ്ട് അല്ലേ, മഹ്ശറയിലൊക്കെ അടക്കം. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ അത് ഓതുന്ന ആളുകൾക്ക് വേണ്ടി, യാസീൻ പ്രത്യേകമായി അത് ഓതുന്ന ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹു അവരുടെ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് യാസീനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തല്ലേ, നമ്മളിതൊക്കെ മനസ്സിൽ ഇതിൻ്റെ പ്രതിഫലമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ കൂലിയൊക്കെ എനിക്ക് കിട്ടണമെന്നുള്ള ഒരു വാശിയും നമുക്ക് വേണം. അപ്പോൾ യാസീൻ ഓതാൻ തുടങ്ങുമ്പോൾ അള്ളാഹു ഇതുപോലെ എന്തൊക്കെ കൂലിയുണ്ടോ അതൊക്കെ എനിക്ക് തരണേ എന്നൊരു നീയത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്നതിനാണ് ഇത്രയും വിശദമായി ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഓതുന്ന മറ്റൊരു സൂറയാണ് സൂറത്തുൽ വാഖിയ അല്ലേ. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യമില്ലാതെയാക്കുന്ന സൂറ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും ഒരുപാട് പ്രതിഫലങ്ങൾ അതിനുണ്ട്. എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന ആൾക്ക് ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലാണ്, മരണാസന്നനാണ്. അദ്ദേഹം മരിക്കാൻ പോവാണ്. അപ്പോഴാണ് അവിടെ
അന്നത്തെ ഖലീഫയായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ വരുന്നത്. അവർ കണ്ടിട്ട് തിരിച്ചു പോകാനായ സമയത്ത് ഖലീഫ ചോദിച്ചു, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റുകൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. എൻ്റെ ആഗ്രഹം, ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഞാൻ അതൊന്നുമല്ല നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾക്കൊരു സഹായം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സഹായം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളെന്താ മരണപ്പെടുകയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വിഷമിപ്പായിരിക്കും, നിങ്ങൾക്കൊരു സഹായം പ്രഖ്യാപിക്കാൻ ഖലീഫ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് അബ്ദുൽ മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ശേഷം താങ്കളുടെ പെൺമക്കൾക്ക് അത് ഉപകരിച്ചേക്കും, പെൺകുട്ടികളല്ലേ പേരില്ലത്, അവർക്കത് ഉപകരിച്ചാലോ ഞാൻ എന്തെങ്കിലും തരാം, ഞാൻ ചില സഹായങ്ങൾ പ്രഖ്യാപിക്കാം. പക്ഷേ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ പെൺമക്കളോ എൻ്റെ ശേഷമോ പ്രയാസപ്പെടുക, അതുണ്ടാവില്ല. എൻ്റെ മക്കൾ ദരിദ്രരാകുമെന്ന ഭയം നിങ്ങൾക്കുണ്ടോ? ഞാൻ അവരോട് നിത്യവും സൂറത്തുൽ വാഖിയ ഓതാൻ പറയാറുണ്ട്, ഞാനതിനവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള സഹായങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുകയും ചെയ്തു റളിയല്ലാഹു അൻഹു. അപ്പോൾ പതിവായി ഓതിയാൽ ദാരിദ്ര്യം പെടുകയില്ല എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശേഷം അവർ പ്രയാസപ്പെടും എന്നതിൽ എനിക്ക് ഒരു ബേജാറുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണേ, നമ്മളെ കുടുംബത്തിൽ തോന്നുന്ന അവസ്ഥ ഉണ്ടാവണേ. സൂറത്തുൽ വാഖിയ ആട്ടെ. അതേപോലെ നമ്മൾ പതിവാക്കുന്ന മറ്റൊരു സൂറയാണ് സൂറത്തുൽ മുൽക്ക്. ഖബറിൽ രക്ഷയുണ്ടാവാനാണ് സൂറത്തുൽ മുൽക്ക് പ്രധാനമായി. ഖബറിലും നരകത്തിലും രണ്ടിടത്തെയും ശിക്ഷ ഇല്ലാതെയാക്കുന്ന സൂറയാണ്. രണ്ടിടത്തും നമ്മളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറയാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. 30 ആയത്തുകളേ ഉള്ളൂ, പക്ഷേ വലിയ പ്രത്യേകതകളാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഖബറിൽ ശിക്ഷയിൽ നിന്നും രക്ഷയായി തീരുമെന്നതാണ്. നരകമോചനവും സിറാത്തിലെ രക്ഷയുമൊക്കെ ശുപാർശയുമൊക്കെ ഈ സൂറയുടെ മറ്റു സവിശേഷതകളാണ്. മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ രക്ഷക്കെത്തുന്ന സൂറത്തായി ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ നിന്ന് പറയുന്നു, 30 ആയത്തുകളുടെ ഒരു സൂറയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് പാരായണം ചെയ്യുന്നവർക്ക് പാപമോചനം കിട്ടുന്നത് വരെ അത് ശുപാർശ ചെയ്യും. അതാണ് തബാറക. ഖുർആനിൽ 30 വാക്യങ്ങളുള്ള ഒരു സൂറയുണ്ട്. അത് ഓതുന്നവന് വേണ്ടി അത് വാദിച്ചു കൊണ്ടിരിക്കും, അയാൾ സ്വർഗത്തിലെത്തുവോളം. അത് തബാറക്കയാണ്. മറ്റൊരു റിവായത്ത് അങ്ങനെയാണ്, മറ്റൊരു റിപ്പോർട്ട് അങ്ങനെയാണ്. ഇമാം ഖുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്നു, ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഒരു ഫിത്നയും ആ വ്യക്തിയെ ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇത് മനഃപ്പാടമാക്കി ഓരോരുത്തരുടെയും ഖൽബിലുണ്ടാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച സൂറയാണ്. നമുക്കൊക്കെ കാണാതെ അറിയാലേ, മാഷാ അല്ലാഹ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഖബറിനുള്ളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ കാലിൻ്റെ അടുത്തുകൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വരുമ്പോൾ ആ കാലുകൾ പറയൂത്രേ, എൻ്റെ അരികിലൂടെ വരണ്ട, ഇങ്ങോട്ട് വരണ്ട, കാരണം ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന ആളാണ്. അപ്പോൾ ശിക്ഷ ഏതിലൂടെ വരും? നെഞ്ചിൻ്റെയോ വയറിൻ്റെയോ ഭാഗത്തുകൂടെ വരാൻ നോക്കും. അപ്പോഴും പറയും, ഇതിലങ്ങൾക്ക് വരാൻ പറ്റൂല, കാരണം ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്നു. അതിനുശേഷം തലയുടെ ഭാഗത്തുകൂടെ വരാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഈ ഭാഗത്തുകൂടെയും വരാൻ എനിക്ക് സാധിക്കില്ല, കാരണം ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു. തലയുടെ ഭാഗവും അങ്ങനെ പ്രതികരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സൂറത്ത് ഖബറിൽ ശിക്ഷ തടയുന്നതാണ്. തൗറാത്തിലും ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയായിരുന്നു. ആരെങ്കിലും ഒരു രാത്രി ഇത് പാരായണം ചെയ്താൽ അവന് ധാരാളം പ്രതിഫലം നേടാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം, സ്വർഗത്തിലെത്തുന്നതുവരെ ഇത് ഓതുന്ന ആൾക്ക് വേണ്ടി വാദിക്കും, റബ്ബിൻ്റെ മുമ്പിൽ ഓതുന്ന ആൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് സംസാരിക്കും, ദിനേന ഓതുന്നവന് നാശങ്ങൾ വരുന്നതല്ല. അപ്പോൾ മനസ്സറിഞ്ഞ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ ഗുണമാണ് അല്ലേ. കടമ നിർവഹിക്കാൻ ഓതല്ല കേട്ടോ, മനസ്സറിഞ്ഞ് ഇത്തരം കൂലികളൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ സുന്നത്താണ് എന്നുള്ള നിലക്ക് ഓതണം. അതേപോലെ തന്നെ സൂറത്തു സജ്ദ, ഇതും നമ്മൾ പതിവാക്കേണ്ട സൂറയാണ്. സൂറത്തു സജ്ദ, അലിഫ് ലാം മീം സജ്ദ എന്നും പറയും അല്ലേ. ഇത് ഓതാതെ, ഇതൊന്നും ഓതാതെ സൂറത്തുൽ മുൽക്കോ തബാറക്കോ യാസീൻ ഇതൊന്നും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. അതിൽപ്പെട്ട ഒരു സൂറയാണ് സൂറത്തു സജ്ദ. സൂറത്തു സജ്ദ പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രധാന പ്രതിഫലം അന്ത്യനാളിലെ ഭീകരതയെ അത് തടയും എന്നാണ്. അല്ലാഹു ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുന്ന തമ്പുരാനെ. 700 നന്മ രേഖപ്പെടുത്തും, 700 തിന്മകൾ മായ്ക്കും സൂറത്തു സജ്ദ പാരായണം ചെയ്താൽ.
700 നന്മകൾ രേഖപ്പെടുത്തും, 700 തിന്മ മായ്ക്കും. അക്ഷരങ്ങളെ കണക്കല്ല ഇവിടെ പറഞ്ഞോട്ടെ, ഇത് അതിന് കിട്ടുന്ന എക്സ്ട്രാ അഡീഷണൽ പ്രതിഫലമാണ്. മഗ്രിബിനും ഇശാഇനും ഇടയിൽ പാരായണം ചെയ്താൽ ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. യാ അല്ലാഹ്. അപ്പോൾ ആ സമയം കാത്തിക്കുക. മഗ്രിബിൻ്റെയും ഇശയുടെയും ഇടയിൽ സൂറത്തു സജ്ദ ഓതിയാൽ ലൈലത്തുൽ ഖദ്റിനെ നിസ്കരിച്ച കൂലി. അപ്പോൾ എന്തോരം കൂലിയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര ഘനമാണെന്നാണ്. സത്യനിഷേധികൾക്ക്, കുറ്റവാളികൾക്കൊക്കെ വലിയ താക്കീതായിട്ടുള്ള സൂറയാണ്. സത്യവിശ്വാസികൾക്ക് സ്വർഗപ്രവേശനവും പാപമോചനം കൊണ്ടുള്ള സന്തോഷ വാർത്തയുണ്ട്, മറുകക്ഷിക്ക് താക്കീതുകളുണ്ട്. അതേപോലെ തന്നെ ആകാശ സൃഷ്ടിപ്പ്, മറ്റുള്ള സൃഷ്ടികളുടെ അതിൻ്റെ സൃഷ്ടിപ്പ്, കുറ്റവാളികളുടെ ശിക്ഷ, സത്യനിഷേധികളെ കൊണ്ട് നരകം നിറക്കൽ, രാത്രി നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങൾ, മുൻ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ വിവരിച്ച് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുക, തൗഹീദിന് തെളിവുദ്ധരിക്കുക, ഇതൊക്കെ സൂറത്തിലെ വിഷയങ്ങളാണ്. അപ്പോൾ നല്ല കണ്ടൻറ്റ്, നല്ല ഘനഗംഭീരമുള്ള സൂറയാണത്. ചില ആയത്തുകളൊക്കെ മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില ആയത്തുകളൊക്കെ സൂറത്തു സജദയിലുണ്ട്. നമ്മളത് എപ്പോഴും ഓതുന്ന ആളുകളാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് സാന്ദർഭികമായി പറയണം. കുറ്റവാളികളായ ആളുകൾ അള്ളാഹുവിന് മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്ന രംഗം പറയുന്ന ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓതുന്ന സമയത്ത് ആയത്ത് 12 മുതൽ 14 വരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹിൻ ഇന്നാ മുഖിനൂൻ. അവർ പറയണം, അള്ളാഹുവിന് മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കും. എന്നിട്ട് പറയും, റബ്ബേ ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി, അവിടുന്ന് ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഇവരൊക്കെ പറഞ്ഞിരുന്നത് സത്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞങ്ങളൊന്ന് തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞേക്കോ, ദുനിയാവിക്ക് പറഞ്ഞേക്കോ, ഞങ്ങളൊക്കെ നല്ല ഉഷാറായി ചെയ്തിട്ട് വരാം, നല്ല അമലുകൾ ചെയ്യുന്ന ആളുകളായി സ്വാലിഹീങ്ങളായി മടങ്ങി വരാം എന്ന് പറയുന്നൊരു രംഗമുണ്ട് അവിടെ. ലജ്ജയും നാണവും പരിഭ്രാന്തിയുമൊക്കെ തല കുമ്പിട്ട് നിൽക്കുന്ന ആളുകൾ, അള്ളാഹുവിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നവർ. പക്ഷേ എന്ത് സന്ദർഭം, ഇനിയൊരു സന്ദർഭം ഉണ്ടാവില്ലല്ലോ. ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ. നിങ്ങൾ ഈ ദിവസം മറന്നില്ല, ഈ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ, അതേപോലെ ഞങ്ങളൊന്ന് മറക്കുകയാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ മറന്നാൽ എന്താ ഇപ്പം നമ്മളെ അവസ്ഥ? ഇന്നാ നസീനാക്കും, ഞങ്ങളെ മറന്നു എന്ന് പഠിച്ചവൻ പറയണേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ ഇന്നാ നസീനാക്കും. നിങ്ങൾ ഈ ദിവസം എങ്ങനെ മറന്ന് നടന്നിരുന്നോ ദുനിയാവിൽ, അതേപോലെ ഞാൻ നിങ്ങളൊന്ന് മറക്കുകയാണ്, നിങ്ങൾക്കൊരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ അവിടെ കെഞ്ചിയിട്ടും റബ്ബിൻ്റെ മുമ്പിൽ താണുകയാണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. നാകിസൂ റൂസി എന്ന് പറഞ്ഞാൽ തലകുമ്പിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ കുറ്റവാളികൾ നിൽക്കുന്ന ആ സമയം, എന്നിട്ട് അവർ ഒന്നും കൂടെ മടക്കണേ, ഞങ്ങൾക്കിത് ബോധ്യമായി എന്ന് പറയുന്ന സമയം. ഇങ്ങനെ കുറേ ആയത്തുകൾ ഈ സൂറയിലുണ്ട്. ഇതിൽ നല്ല എല്ലായിടത്തും ഉണ്ട്. നമ്മളത് തെർത്തിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അർത്ഥം പഠിച്ച് സാവകാശം ചിന്തിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെന്നതാണല്ലോ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ വിവക്ഷയും, അല്ലേ? അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. പരമാവധി പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള തൗഫീഖും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ചുകൂടെ സൂറത്തുകളെക്കുറിച്ച് പറയാം. നമുക്കത് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.